പെരുവനം ഉത്സവത്തിന്റെ ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഗ്രന്ഥവരിയിലെ താളുകൾ മറച്ചിട്ട് ഓർമ്മകളെ പുതുക്കുമ്പോൾ അതിനുവേണ്ടി തിരുളക്കാവ് ക്ഷേത്രം സാക്ഷ്യം വഹിക്കുകയാണ്. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിൽ ആറാട്ടുപുഴ പൂരത്തിന്റെ 28 ദിവസം മുന്നേ കൊടികയറ്റം എന്ന ചടങ്ങോടുകൂടി, യഥാർത്ഥത്തിൽ കൊടി ഇല്ല, കൊടിമരം മാത്രമേ കയറ്റുന്നുള്ളൂ. അതിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് ആ പരിശുദ്ധ ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ മുൻപും പിൻപും താനാണ് എന്ന മട്ടിൽ ചേർപ്പ് ഭഗവതി ക്ഷേത്രം ഉണരുകയായി. എല്ലാ അശ്വതി നാളിൽ അവിടെ കൊടിയേറ്റത്തിൻ്റെയും പൂരത്തിൻ്റെയും അണിയറ നീക്കങ്ങൾ നടത്തുന്നു. അശ്വതി നാളിൽ മറ്റത് ഇതിനു മുന്നേ പറഞ്ഞത് കുംഭമാസിൽ ഉത്രം നാളാണെങ്കിൽ ഇത് മീനമാസിലെ പൂരം നാളിൽ തന്നെ അശ്വതി കൊടിയേറ്റം ആരംഭിക്കുന്നു. അശ്വതി കൊടിയേറ്റത്തിന് വേണ്ടി ചേർപ്പ് തലേ ദിവസം തന്നെ രേവതി ശുദ്ധി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചിട്ടയോടും ആചാരപരമായും നടത്തിയതിന് ശേഷം ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അന്ന് വൈകുന്നേരത്തോടുകൂടി അന്നാണ് കൊടിയേറ്റം, ചേർപ്പിന്റെ കൊടിയേറ്റം എന്ന് അറിയിച്ചുകൊണ്ട് വൈകുന്നേരത്തോടു കൂടി നിരവധി പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ശംഖ് വിളിച്ചുകൊണ്ട് ഇരിക്കും. അത് കഴിഞ്ഞ് ക്ഷേത്ര സംബന്ധമായ പൂജകളെല്ലാം കഴിഞ്ഞ് രാത്രി നാട്ടുകാരുടെ ഒരു കൂട്ടം അവിടെ കൂടുകയും ചേർപ്പിന്റെ കൊടിയേറ്റത്തിനുള്ള കഴുങ്കു മുറിക്കുവാൻ വേണ്ടി ഉള്ള ചടങ്ങ് ആരംഭിക്കുന്നു. ആ പ്രദേശത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരു കാരണവർ ഒരു വടി തിരുമുൻപിൽ, ദേവിയുടെ തിരുമുൻപിൽ പിടിച്ചു നിന്ന് ആ വടി ഏതു ഭാഗത്തേക്കാണോ വീഴുന്നത് ആ ദിശയിലേക്ക് കൂട്ടത്തോടുകൂടി ജനങ്ങൾ പോവുകയും അവിടെ കണ്ട ഏറ്റവും നല്ല കഴുങ്ങ് മുറിച്ചു കൊണ്ടുവരും ചെയ്യുന്നു. ഒരു പ്രത്യേകത, അത് ആശാരി തന്നെ മഴുകൊണ്ട് വെട്ടി ഇടണം, മുറിക്കണം എന്ന നിർബന്ധം ഉണ്ട്. മാത്രമല്ല അത് നിലം തൊടുകയും അരുത്. അങ്ങനെ നിലം തൊടാതെ മുറിച്ചു കൊണ്ടുവന്ന ഈ കവുങ്ങ് ചെത്തി വളരെ ഭംഗിയാക്കി അത് മേൽ ആല്, മാവ് തുടങ്ങിയതായിട്ടുള്ള വസ്തുക്കളെല്ലാം വെച്ച് കെട്ടി അവിടെ തിരുമുമ്പിൽ ഉള്ള കുഴിയിൽ അത് കുഴിച്ച് ഇടുന്നു. അന്ന് കൊടി ഉയർത്തുകയില്ല, കൊടി കയർ കെട്ടി ഇടുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൊടിയേറ്റം നടത്തുന്നത്. അതോടുകൂടി ഒരു വിളിച്ച് പറയൽ നടത്തുന്നുണ്ട്. ആരോ ആർപ്പുവിളിയോടുകൂടി ഇന്ന ദിവസം ഇന്നയ്ക്ക് ഇന്ന ദിവസമാണ്
ആറാട്ടുപുഴ പൂരം എന്ന് വിളിച്ച് പറയുകയും ചെയ്യുന്നതോടുകൂടി ആ കൊടി മരത്തിന്റെ കുഴിച്ചിടൽ ചടങ്ങ് അവസാനിക്കുന്നു. ഭരണി, കാർത്തിക, രോഹിണി എന്നീ ദിവസങ്ങളിൽ പ്രത്യേകമായ ചടങ്ങുകളും മറ്റും ഒന്നും ഇല്ല. പ്രത്യേകമായിട്ട് കൊടിയേറ്റത്തിന്റെ ഒരു ദിവസം പണ്ട് കാലത്ത് നായിരുവേല എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. നമ്പൂരി ഊരാളന്മാരിൽപ്പെട്ട ഒരാൾ ഒരു നായരെ എന്തോ വിദ്വേഷത്തിന്റെയോ ആചാരവിരുദ്ധമായ എന്തോ ചെയ്തതിന്റെയോ മറ്റോ കൊല്ലുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതിന്റെ പേരിൽ നായരെ സ്മരിച്ചുകൊണ്ട് ഒരു നായിരുവേല നടത്തിയിരുന്നത് അത് അടുത്ത കാലത്ത് നിർത്തിവെക്കുകയുണ്ടായി. ഭരണി, കാർത്തിക, രോഹിണി നാളിൽ ആ ക്ഷേത്ര സംബന്ധമായ പൂജകൾ അതിവിശേഷ സാധാരണ പൂജയും നവകം, ശ്രീഭൂതബലി തുടങ്ങിയ വിശേഷാൽ പൂജകളും നടത്തുന്നു. മകീരം ദിവസം ആണ് ഇവിടെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്. അന്ന് സന്ധ്യയോടുകൂടി അതിഗംഭീരമായിട്ടുള്ള അഞ്ചാനയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള പഞ്ചാരി മേളം തകർക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവതിയെ തൊടുകുളത്തിലേക്ക് ആറാട്ടിനായി കൊണ്ടുപോകുന്നു. വഴിനീളെ പറകളും മറ്റു വഴിപാടുകളും എടുത്തിട്ടാണ് ദേവി പോകുന്നത്. പോയി മേക്കാപ്പറമ്പ് ക്ഷേത്രത്തിൽ കടന്ന് അവിടെ നിന്ന് കിഴക്കോട്ട് കടന്ന് പെരുവനം അമ്പലത്തിന്റെ വടക്കു ഭാഗത്തു കൂടി വന്ന് ഇറങ്ങി ഇതിനു ശേഷം വളരെ നാദസ്വരത്തോടും മറ്റും കൂടിയാണ് വരുന്നത്. ഇവിടെ മേളം കൊട്ടി ഇറങ്ങി അവസാനിക്കുന്നതോടുകൂടി പട്ടിണി ശംഖ് എന്ന് പറയുന്ന ചടങ്ങ് നിർവഹിക്കുന്നു. അത് കഴിഞ്ഞ് തൊടുകുളത്തിൻ്റെ അവിടെ ചെന്ന് ദേവിക്ക് ആറാട്ട് നടത്തി മടങ്ങി വരുന്നു. മിത്രാനന്തപുരം ക്ഷേത്രത്തിലേക്ക് മനക്കിലേക്ക് വരുന്നു. ചേർപ്പിന്റെ കൊടികയറ്റം എന്ന് പറഞ്ഞാൽ അത് സാധാരണ മറ്റു ദിക്കിൽ നടക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. മകീരം നാളിൽ കൊടി കയറുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൽ പല വിധത്തിലുള്ള വിശേഷതകളും ഉണ്ട്. അവിടെ അന്ന് ഉച്ചയോടുകൂടി പ്രത്യേക പൂജകൾ ധാരാളം നടക്കുന്നു. അതിനുശേഷം ചതുശതം എന്ന് പറയുന്ന ഒരു പ്രത്യേക വഴിപാട് പായസം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. 100 കദളിപ്പഴം, അതുപോലെ തന്നെ 100 നാളികേരം, 101 ബലം ശർക്കര, 100 നാഴി അരി, ഇവയെല്ലാം കൂടിയിട്ടാണ് ചതുശതം ഉണ്ടാക്കുന്നത്. ഇതിൽ വലിയ ഒരു ഭാഗം ഉണക്ക് ചോറായിട്ടും നിവേദിക്കുന്നുണ്ട്. വൈകുന്നേരം ആകട്ടെ ആയിരക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം ധാരാളം തേങ്ങാമുറിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തിരി കൊളുത്തി ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് ഉള്ളിൽ ചിറ്റമ്പലത്തിന് ഉള്ളിൽ കൊളുത്തി വയ്ക്കുന്നു. ആകാശത്തിലെ താരാഗണം പോലെ മിന്നിത്തിളങ്ങുന്നത് ആയ ഒരു സമയമാണ് അന്ന് ആ ക്ഷേത്രം.
അത്രയും സൗന്ദര്യവും അതുപോലെ തന്നെ പവിത്രതയും വിശേഷതകളും കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളും ആയിട്ടാണ് അന്നേ ദിവസം അവിടെ കാണപ്പെടുന്നത്. അന്ന് രാവിലെ കൊടിയേറ്റം, കൊടി കയറ്റി ഇട്ടിരുന്നത് അഴിച്ചിട്ട് കൊടികയറ്റം എന്ന ചടങ്ങ് നിർവഹിക്കുന്നു. അത് കഴിഞ്ഞാൽ ചതുശതവും വെള്ള നിവേദ്യവും തുടങ്ങിയതായ നിവേദ്യങ്ങൾ നേദിച്ചതിന് ശേഷം നാട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, കുട്ടിപ്പാടി സേവ, നാഗസ്വരം, പഞ്ചവാദ്യം എല്ലാം കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം ബലിക്കൽ പുരയിൽ അശ്വതി പണം വയ്ക്കുക എന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. സാധാരണ ഊരാളന്മാർ ദേവിയുടെ മുൻപിൽ വന്ന് ഇരുന്നു കൊണ്ട് അശ്വതി പണം വയ്ക്കുന്നു. പൂരത്തിനും ചടങ്ങുകൾക്കും വേണ്ടി ഉള്ള ധനാഗമമായും സന്താനങ്ങൾ ഉണ്ടാവുന്നതിനും കുടുംബൈശ്വര്യത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങാണ് അതെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഊരാളൻ, തന്ത്രി, ഈ ഊരാളനും കൂടി ഹവിസ് നിവേദ്യങ്ങൾക്കുള്ള ഓണം പൂരം സംബന്ധമായ ഹവിസ് അളക്കുന്നു. തുടർന്ന് ഭഗവതിയെ എഴുന്നള്ളിച്ച് പ്രദക്ഷിണം വെച്ച് മണ്ഡപത്തിൽ തിടമ്പ് വെച്ച് വീണ്ടും അവിടുന്ന് എടുത്ത് 3 പ്രദക്ഷിണം കഴിഞ്ഞ് കേളി പറ്റ്, കൊമ്പുപറ്റ് മുതലായവ എല്ലാം കഴിച്ച് ശ്രീഭൂതബലിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം വിളക്കാചാരപ്രകാരം മേളം, ഇടയ്ക്ക, കൊമ്പ് പറ്റ്, കുഴൽപ്പറ്റ് എന്നിവ എല്ലാം നടത്തി ചടങ്ങിന് ശേഷം ദേവിയെ അകത്തേക്ക് തന്നെ എഴുന്നള്ളിക്കുന്നു. ഭരണി, കാർത്തിക, രോഹിണി മുതലായ ദിവസങ്ങളിൽ സാധാരണ പൂജകളാണെന്ന് ഇതിനു മുന്നിൽ പറഞ്ഞുവല്ലോ. ദേവിയെ ആദ്യമായി മകീരം നാളിൽ പുറത്തേക്ക് എഴുന്നള്ളിച്ചു പോരുമ്പോൾ ധാരാളം പടക്കങ്ങളും തുടങ്ങിയതായിട്ടുള്ള ആദരണീയമായ ചടങ്ങുകളും ഭക്തി നിർഭരമായ ചടങ്ങുകളുമാണ് ഉണ്ടാകുന്നത്. ദേവിയുടെ തൊടുകുളത്തിലുള്ള പൂജ കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞ് അവിടുന്ന് മടങ്ങി പോരുമ്പോൾ അമ്പലപ്പിള്ളിയിൽ ഇറക്കിപ്പൂജ നടത്തുന്നു. പണ്ട് ദേവി മടങ്ങിപ്പോരുമ്പോൾ, അവിടെ നിന്ന് പോരുമ്പോൾ ഒരു ദേവിയുടേതായ ഒരു പാടത്ത് ഇറക്കിപ്പൂജ നടത്താറുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിപ്പോൾ പതിവില്ലത്രേ. തിരുവാതിര നാളിൽ 10 മണിക്ക് മിത്രാനന്തപുരം ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് ശാന്തിക്കാരൻ മാരാരോട് പോട്ടയിൽ മാരാരുടെ ശ്രാദ്ധം ഊട്ടിയോ എന്ന് വിളിച്ചു ചോദിച്ച് ഉവ്വ് എന്ന് മറുപടി കിട്ടിയതിന് ശേഷം പാണി കൊട്ടുന്നു. അവിടെ ആറാട്ട് കഴിഞ്ഞ് മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു.
4 മണിക്ക് എടപ്പലത്ത് നിന്ന് പുറപ്പെട്ട് ചിറ്റൂർ മനയ്ക്കൽ പൂരം കഴിഞ്ഞ് ഇറക്കിപ്പൂജ നടത്തുന്നു. പിന്നീട് പഴയടത്തു മനയ്ക്കൽ ഇറക്കിപ്പൂജ. അതിനുശേഷം പണ്ടാരച്ചിറ വരെ പോയി വന്ന് വരുന്നു. പുണർദം നാളിൽ നറുകുളങ്ങരയിൽ ആണ് ആറാട്ട്. നറുകുളങ്ങരയിൽ 8 മണിയോടുകൂടി പോയി ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോരുന്നു. പൂയം നാളിലാണ് പെരുവനം പൂരം. അന്ന് 10 മണിക്ക് നാദ്യസ്വരത്തോടുകൂടി എല്ലാവിധ മറ്റ് ആർഭാടങ്ങളോടും കൂടി ദേവി പുറപ്പെട്ട് അവിടെ പെരുവനം ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഒരു മൂലയിൽ വന്ന് പഞ്ചവാദ്യം ആരംഭിക്കുന്നു. പഞ്ചവാദ്യം കയറി ചേർപ്പ് റോഡിന്റെ കിഴക്കു വശത്തുള്ള പ്രത്യേക പന്തലിൽ നിന്ന് ഉന്നതമായ നിലവിൽ പഞ്ചവാദ്യം കൊട്ടുന്നു. മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള മാരാന്മാരും മറ്റും ആണ് അവിടെ പഞ്ചവാദ്യം മുഴക്കുന്നത്. പഞ്ചവാദ്യം കഴിഞ്ഞാൽ ഭഗവതിക്ക് അവിടെ വെടിക്കെട്ടുണ്ട്. വെടിക്കെട്ട് കഴിഞ്ഞ് ദേവി ക്ഷേത്രത്തിലേക്ക് കടന്ന് അവിടെ നിന്ന് പുറത്തേക്ക് കടന്ന് പാണ്ടി മേളത്തിടുന്നു. ആ സമയത്ത് അവിടെ പാണ്ടി മേളം തുടങ്ങുന്നതോടുകൂടി ഇറക്കക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു പതിവ് ഉണ്ട്. അതനുസരിച്ച് വിളിച്ചു ചോദിച്ചാൽ അയ്യൊന്ന് ഭഗവതി, ചേർപ്പ് ഭഗവതിയുടെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന അയ്യൊന്ന് ഭഗവതി, ആ ക്ഷേത്രത്തിൻ്റെയും ഊരാളന്മാർ ചേർപ്പുകാരിൽപ്പെട്ട മനക്കാര് തന്നെയാണ്. പ്രത്യേകിച്ച് ചിറ്റൂര് മനയ്ക്ക് ഉത്തരവാദിത്വമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. അവരും കൂടി മേളം അതിഗംഭീരമാക്കി തീർക്കുന്നു. അതിനുശേഷം പെരുവനം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പാണ്ടിമേളം അവസാനിച്ചതിന് ശേഷം കിഴക്കോട്ട് ഇറങ്ങുവാൻ വേണ്ടി തയ്യാറാവുന്നതോടെ പഞ്ചാരിമേളം ആരംഭിക്കുന്നു. അതിഗംഭീരമായ പഞ്ചാരിമേളം ഉദ്ദേശം 7 മണിയോടുകൂടി അവസാനിച്ചു കഴിഞ്ഞാൽ അവിടെ പട്ടിണി ശംഖും മറ്റും കഴിഞ്ഞ് തൊടുകുളത്തിലേക്ക് ആറാട്ടിന് പോകുന്നു. അവിടെ ആറാട്ട് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആറാട്ടുപുഴ ശാസ്താവ് പെരുവനം അമ്പലത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും. ആറാട്ടുപുഴ ശാസ്താവും ചേർപ്പ് ഭഗവതിയും കൂടി വടക്ക് ഭാഗത്തുകൂടി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്താണ് അവിടെ 3 ഉപചാരം നടത്തുന്നു. സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്താണ് ഉപചാരം കൊടുത്തു കാണുന്നത്. ഇവിടെ പ്രത്യേകതയോടുകൂടി വടക്ക് ഭാഗത്താണ് നടത്തുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ച് ചേർപ്പിന് ശാസ്താവ് 5 ഉപചാരമാണ് എവിടെയും നൽകുക. ഇവിടെ അത് മറിച്ച് 3 ഉപചാരത്തോടുകൂടി
തന്ത്രിയുടെ കൽപ്പന പ്രകാരം അത് നടത്തി പോരുന്നു. തന്ത്രി പറഞ്ഞാൽ അതിനപ്പുറം ചോദ്യം ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയി അന്നത്തെ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നു. പൂജയുമെല്ലാം കഴിച്ച് വിശ്രമിക്കുന്നു. ആയില്യം നാളാണല്ലോ അന്ന്. ആയില്യം നാളിൽ വൈകുന്നേരം ഭഗവതി പിടിക്കപ്പറമ്പ് പൂരത്തിലേക്ക് വേണ്ടി പുറപ്പെട്ട് പോകുന്നു. അവിടെ മനകളിൽ പറകൾ നടത്തി അവിടെ തന്നെ മനകളിൽ തന്നെ ഇറക്കി എഴുന്നള്ളിക്കുന്നു. മകം ദിവസം ചാത്തക്കുടം ശാസ്താവ് പിടിക്കപ്പറമ്പിലെ താൻ നിൽക്കുന്നതായ വരമ്പിന്റെ ഭാഗത്തുള്ള നിലപാട് തറയിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ ദേവി ചേർപ്പ് ഭഗവതി ശിവനെ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം കഴിഞ്ഞ് ചാത്തക്കുടത്തിനോട് ഉപചാരം പറയുവാൻ വേണ്ടി പാടത്തേക്ക് പോവുകയും അവിടെ നിന്ന് ശാസ്താവും ചാത്തക്കുടം ശാസ്താവിനോട് ഉപചാരങ്ങൾ പറഞ്ഞ് 7 കണ്ടം കടത്തി വിടുന്നു. ഒരു പ്രത്യേകത, ആചാരത്തിന് ഉപചാരത്തിന് മറു ഉപചാരം ഇല്ലെന്നത് മറ്റെന്തിൻ്റെയോ എല്ലാം ചില സംഭവങ്ങളുടെ ഓർമ്മകളെ പുതുക്കി പോകുന്നു. അവിടെ നിന്ന് ചേർപ്പ് ഭഗവതി നേരെ ക്ഷേത്രത്തിലേക്കായി പുറപ്പെടുന്നു. മകം നാളിൽ വൈകിട്ട് തൊടുകുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് പടിഞ്ഞാറേടത്ത് മനയ്ക്കൽ ഇറക്കിപ്പൂജ കഴിച്ച് തായംകുളങ്ങര ക്ഷേത്രത്തിൽ പ്രദക്ഷിണം കഴിഞ്ഞ് ഈലാങ്ങാട്ട് മനയ്ക്കൽ ഇറക്കിപ്പൂജ. 12 മണിയോടെ രാത്രി ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നു. പൂരം ദിവസം രാത്രി 12 മണിയോടുകൂടി എല്ലാവിധ പുതിയ ആന ആഭരണങ്ങളോടുകൂടി എല്ലാവിധ ആനസാമാനങ്ങളും പുതിയതായി അണിയിച്ചുകൊണ്ട് ദേവിയെ ആറാട്ടുപുഴ പൂരത്തിലേക്ക് ഭക്തി നിർഭരവും സംഗീത വാദ്യ മസൃണമായ ധാരയിലൂടെ ആറാട്ടുപുഴയിലേക്ക് പൂരത്തിനു വേണ്ടി ദേവി പോരുന്നു. പണ്ടാരച്ചിറയുടെ വശത്തുകൂടിയാണ്, ഇപ്പോൾ പഴയ വഴിയിൽ കൂടി തന്നെയാണ് ദേവി ആറാട്ടുപുഴയിലേക്ക് വരുന്നത്. ആറാട്ടുപുഴയിൽ വന്ന് പല്ലിശ്ശേരി സെന്ററിൽ കൂടി നാദസ്വരത്തോടു കൂടി തന്നെ ആ സ്വര സുധയിൽ കൂടി ആ സ്രോതസ്സിൽ ഒഴുകിക്കൊണ്ട് പ്രത്യേക വാദ്യകോലാഹലങ്ങളോടെ വന്ന് പാടത്ത് തേവര് നിൽക്കുന്നതിൻ്റെ തേവർ റോഡിൻ്റെ തെക്കുവശത്ത്, അതായത്
സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ വലതുഭാഗത്തായിട്ട് കണ്ടത്തിൽ ഇറങ്ങി നിന്ന് പൂരം തുടങ്ങുവാൻ ഒരുങ്ങുന്നു. നിശ്ചിതമല്ലാത്ത ആനകള് ചേർപ്പിന് 30-40 അതിൽ കൂടുതലോ കുറവോ ആയി ആനകളെ കിട്ടുന്നത്ര സൗകര്യം അനുസരിച്ച് ആനകളെ നിരത്തിക്കൊണ്ട് അതിഗംഭീരമായ പാണ്ടിമേളം, ഉന്നത കലാകാരന്മാർ അവരുടെ പരിശ്രമം അവിടെ ഗംഭീരമായി കാട്ടുന്നു. ആ സമയത്ത് ഊരകവും തേവരുടെ ഇടഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടുകൂടി സംരക്ഷകനായ ചാത്തക്കുടം ശാസ്താവിനോടുകൂടി നിൽക്കുന്നുണ്ടായിരിക്കും. 2 ദേവിമാരും തൃപ്രയാർദേവരോടൊപ്പം വന്ന് നിന്ന് വീണ്ടും അവിടുന്ന് മുന്നോട്ട് നീങ്ങി 7 കണ്ടം എന്ന് പറയുന്ന ആ പുണ്യ സ്ഥലമായ അവിടെ നിന്ന് ഇറങ്ങി അടുത്തുള്ള കണ്ടത്തിൽ നിന്നുകൊണ്ട് അതിഗംഭീരമായി 2 ഭാഗക്കാരും വാദിച്ച് വാനോളം ഉയരത്തക്ക വിധത്തിലുള്ള ശ്രവണാനന്ദകരവും നയനാനന്ദകരവും ആയ കൂട്ടിയെഴുന്നള്ളിപ്പ് വിശ്വവിശ്രുതമായ അല്ലെങ്കിൽ ലോകൈക ദൃശ്യമായ സൗന്ദര്യ ദൃശ്യമാക്കി തീർക്കുന്നു. വിശ്വത്തിലെ ഏറ്റവും പുരാതനവും ഏറ്റവും വലിയതും ആയ ഒരു ദേവമേള, റിലീജിയസ് ഫെസ്റ്റിവൽ എന്നെല്ലാം വിദേശികൾ പോലും എഴുതി പുകഴ്ത്തുന്ന ആ മായാപ്രപഞ്ചം എന്ന് തന്നെ പറയാവുന്ന ആ വിശ്വമനോഹര ദൃശ്യം ഇവിടെ പുലരുകയാണ്. മേളം ആദ്യമായി ഊരകത്തിൻ്റെ അവസാനിക്കുന്നതോടുകൂടി അവിടെ നിന്ന് അരമണിക്കൂറോടും കഴിഞ്ഞ് ചേർപ്പിൻ്റെ മേളവും പാണ്ടിമേളവും അവസാനിച്ച് ചേർപ്പ് ആദ്യമായി ആറാട്ടുപുഴ മന്ദാരക്കടവിലേക്ക് ആറാട്ടിനു വേണ്ടി പോകുന്നു. ഇവിടെ എടുത്തു പറയത്തക്ക ഒരു വിശേഷത, ഉദ്ദേശം ഒരു 15 അല്ലെങ്കിൽ 10 കൊല്ലം മുന്നേ വരെ ചേർപ്പിൻ്റെ ആറാട്ടുപുഴ ശാസ്താവിൻ്റെതായ കടവായ അതിൻ്റെ കിഴക്കു ഭാഗത്തുള്ള കടവായ ശാസ്താംകടവിലാണ് നടന്നിരുന്നത്. എന്നാൽ ആരുടെ എല്ലാമോ പ്രമാണിത്വം കാണിക്കുവാനും അറിയിക്കുവാനും പേര് നിലനിർത്തുവാനോ മറ്റോ എന്തൊക്കെയോ ഉദ്ദേശത്തോടു കൂടി, സതുദ്ദേശമോ ദുരുദ്ദേശമോ അറിയില്ല, കൂടി ചേർപ്പിൻ്റെ ആറാട്ട് ബലമായി ശാസ്താംകടവിൽ നിന്ന് ആറാട്ടുപുഴയിലുള്ള മന്ദാരക്കടവിലേക്ക് ആക്കി. അവിടെയാണല്ലോ ഊരകവും തേവരും മറ്റ് എല്ലാ ദേവീദേവന്മാരും ആറാടുന്നത്. ഊരകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചടങ്ങുകളാണ് ചേർപ്പിന് മിക്കവതും കാണുവാൻ സാധിക്കുന്നത് എന്നുള്ള ഇതിൻ്റെ ഒരു പ്രതീകം കൂടിയായിരുന്നു ശാസ്താംകടവിലെ ആറാട്ട്. എന്നാൽ അത് മന്ദാരത്തിൽ ആക്കി എന്നുള്ളതിനപ്പുറം അതെന്തുദ്ദേശത്തിലാണോ ആറാട്ട് മാറ്റിയത്, ആ ഉദ്ദേശം ഇന്നേ വരെ സഫലമായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ഊരകത്തമ്മ തിരുവടി മേളം കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ടാവും. അത് ആചാരപരമായ താളമേളങ്ങളോടുകൂടി പാണ്ടിയോടുകൂടി വന്ന് അവിടെ
ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള പാടത്ത് മേളം അവസാനിപ്പിച്ച് ആറാട്ടിന് മണ്ഡാരത്തേക്ക് പോകുന്നു. അതിനെ പിന്തുടർന്ന് ചെർപ്രയാറും യഥോചിതമായ താളങ്ങളോടും അതുപോലെ തന്നെ മേളം കൊട്ടിക്കൊണ്ട് ക്ഷേത്രനടയിൽ വന്ന് മേളം അവസാനിപ്പിച്ച് മണ്ഡാരക്കടവിലേക്ക് ആറാട്ടിന് പോകുന്നു. അവിടെ ഊരകത്തിനും ചെർപ്രയാറിനും അന്തിക്കാടിനും പണ്ടുകാലം മുതൽക്കേ ആറാട്ടുകടവിൽ മണ്ഡപം ഉണ്ടാവാറുണ്ട്. അതിപ്പോഴും നിലനിന്നു പോരുന്നു. ചേർപ്പ് പുതിയതായത് കാരണത്താൽ അവർ തന്നെ മണ്ഡപം ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടെ പൂജാദികൾക്ക് വേണ്ടി ഒരുങ്ങുന്നു. ആദ്യം ഊരകം പൂജകളും നിവേദ്യാദികളും എല്ലാം കഴിഞ്ഞ് ആറാടുന്നു. അതിനെ തുടർന്ന് വീണ്ടും പൂജകളെല്ലാം കഴിഞ്ഞ് മഞ്ഞളെല്ലാം പുരട്ടി ആചാരപ്രകാരമുള്ള താന്ത്രിക പ്രകാരമുള്ള ചടങ്ങുകൾ നടത്തി രണ്ടാമത് ആറാടുമ്പോൾ അത് തേവരോടുകൂടി ആയിരിക്കും. അങ്ങനെ ആറാട്ട് കഴിഞ്ഞ് അവർ അവരുടേതായുള്ള മണ്ഡപത്തിൽ പീഠത്തിൽ പൂജകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ചേർപ്പും അതുപോലെ പൂജ താന്ത്രികമായ ചടങ്ങുകളോടെ പൂജകൾ എല്ലാം നടത്തി ആറാട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കും. തേവർക്ക് ആ സമയത്ത് 3 ചില്ലാനപ്പറ 3 പറ 4 ഇടങ്ങഴി അരി ഇവിടെ ഹവിസ് ചോറ് നേദ്യം കഴിഞ്ഞ് ഭക്തജനങ്ങൾക്ക് പുറത്തേക്ക് കൊടുക്കുന്നു. ഉദരരോഗത്തിന് ഏറ്റവും സിദ്ധൌഷധമായിട്ട് ഭക്തജനങ്ങൾ അത് കഴിക്കുകയും അതിനുവേണ്ടി ശക്തിയായ തിക്കും തിരക്കും കൂട്ടി അതെടുത്ത് കൊണ്ടുപോയി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് ചേർപ്പ് ആദ്യമായി ശാസ്താവിനോട് ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം പറയുവാൻ വേണ്ടി പോകുന്നു. ഉപചാരത്തിന് പോയി ക്ഷേത്രം പ്രദക്ഷിണം കഴിച്ച് ശാസ്താവിനെയും പുറത്ത് നിൽക്കുന്നതായ ശാസ്താവിനെയും പ്രദക്ഷിണം കഴിച്ച് 7 കണ്ടം കടക്കുന്നതോടുകൂടി 5 ഉപചാരങ്ങൾ കൊടുത്ത് 7 കണ്ടം കടത്തി ശാസ്താവ് ചേർപ്പിനെ വിടുന്നു. തുടർന്ന് ചേർപ്പ് നേരെ ക്ഷേത്രത്തിൽ പോകുന്നു. ആറാട്ട് കഴിഞ്ഞു വന്ന് ദേവിയെ ഇറക്കി എഴുന്നള്ളിച്ച് വിശ്രമിക്കുന്നു. ഉത്രം നാളായ അന്ന് വൈകുന്നേരം തന്നെ രാത്രി വലിയമ്പലത്തിൽ വിധാനിച്ച വെച്ച അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഭഗവതിയെ കുത്തുവിളക്കുമായി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് പീഠത്തിൽ വെച്ച് ബ്രാഹ്മണിപ്പാട്ട് നടത്തുന്നു. ബ്രാഹ്മണിപ്പാട്ട് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. അത്തം നാളിൽ വൈകിട്ട് തിരുവിളക്കാവിൽ പോയി പ്രദക്ഷിണം വെച്ച് കൊടിമരം പറിക്കുന്ന ചടങ്ങ് എന്ന രൂപത്തിൽ ആനയെ കൊണ്ട് കൊടിമരം തമ്മിൽ തൊടിയിപ്പിക്കുന്നു. തുടർന്ന് പെരുമനം ക്ഷേത്രത്തിൽ വന്ന് അവിടെ ബാക്കിയുള്ള പ്രദക്ഷിണവും പൂർത്തിയാക്കി ക്ഷേത്രത്തിലേക്ക് വന്ന് അവിടെയും ബാക്കി ഉള്ള പ്രദക്ഷിണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് കൊടിക്കുത്ത് പൂരം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് അവസാനത്തേതായുള്ള പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നടത്തുന്നു. അത് അടുത്ത ചില കൊല്ലങ്ങളിൽ അത് നിർത്തിവെച്ചെങ്കിലും വീണ്ടും അതിഗംഭീരമായി തന്നെ ഇപ്പോഴും നടത്തി വരുന്നുണ്ട്.
അത് കഴിഞ്ഞ് ദേവിയെ അകത്തേക്ക് എഴുന്നള്ളിച്ച് പൂജാദികളെല്ലാം കഴിയുന്നതോടുകൂടി ആറാട്ടുപുഴ പൂരത്തെ സംബന്ധിച്ചുള്ള ചേർപ്പ് ഭഗവതിയുടെ എല്ലാവിധ ചടങ്ങുകളും പൂര സംബന്ധമായ ആചാരങ്ങളും അവസാനിക്കുന്നു.